ഹലോ, ഞങ്ങളുടെ ഇവിടെ വർക്കലൊക്കെ ഒരു ട്രിപ്പ് വരുന്നു. എന്നാ വായോ, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ട്. അമ്പാടി നമ്മ എവിടെ പോവാ? അമ്പാടി ബീച്ച് എവിടെയാ? ഇടക്കൊക്കെ അവിടെ തരുള്ളൂ. ആമി എന്താ കഴിക്കുന്ന? ആമി അമ്പാടി എന്താ കഴിക്കുന്നേ? ഞെക്കി പിടിക്കണം. ഹൗസ് ബോട്ട് കണ്ടാ? ഞങ്ങൾ കുട്ടനാട് റൂട്ടാണ് പോകുന്നത്. അപ്പൊ ലഞ്ച് ടൈം ആയപ്പോഴത്തേക്കും ഗരുഡാഗിരിയിൽ ഭക്ഷണം കഴിക്കാൻ നിർത്തിയതാണ്. ഡക്ക് കറിയാണെന്ന് തോന്നുന്നത്. ഡക്ക്, മീൻകറി. അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. ഇങ്ങോട്ട് തിരിഞ്ഞു ചോറ് തീറ്റ കണക്കായിരിക്കും. നല്ല കേട്ടോ ചേട്ടാ, നല്ല കേട്ടോ. ചോറ് അങ്ങനത്തെ നമ്മളവിടുത്തെ ചോറല്ലേ. നല്ല കൂന്തൽ ഫ്രൈയും കക്ക ഫ്രൈയും പിന്നെ താറാവറയൊക്കെ ആയിട്ട് നല്ല പിടി പിടിച്ചു കേട്ടോ. ഞങ്ങൾ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഏട്ടൻ ഡ്രൈവ് ചെയ്ത് ടയർഡായപ്പോൾ ഒരു കാപ്പി കുടിക്കാൻ കയറിയതാട്ടോ. അങ്ങനെ ഞങ്ങൾ വർക്കല ട്രിപ്പിൻ്റെ ആദ്യം സ്റ്റേ ചെയ്യുന്ന ലേക്ക് ഷോർ റിട്രീറ്റ് പ്രോപ്പർട്ടിയിൽ എത്തിയേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് പ്രോപ്പർട്ടി ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ട്രിപ്പാക്കിക്കോന്നും പറഞ്ഞിട്ടുള്ള പേജ് വഴിയാണ് കേട്ടോ ഞാൻ ഈ പ്രോപ്പർട്ടി ബുക്ക് ചെയ്തത്. ഇത് ക്ലിഫിനടുത്തല്ല കേട്ടോ. ഇവിടെ നിന്ന് ക്ലിഫിലോട്ട് ഒരു അരമണിക്കൂർ ഓട്ടമുണ്ട്. പക്ഷേ എനിക്ക് ഈ പ്രോപ്പർട്ടി കണ്ടപ്പോൾ തൊട്ട് ഇവിടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ കേട്ടോ ഞങ്ങളിത് ബുക്ക് ചെയ്തത്. പക്ഷെ വന്ന് കണ്ട പോലെ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിള്ളേരൊക്കെ ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ. ഞങ്ങളവിടെ ചെന്ന പിറ്റേ ദിവസം അവർക്ക് അവിടെ ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കൂടുതൽ അതിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് റൂമൊന്നും റെഡിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതിന് വിളിച്ചവർ സോറിയൊക്കെ പറഞ്ഞു. ഞങ്ങളൊരു 1 അവറോളം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ആംബിയൻസ് സൂപ്പർ ആയിരുന്നുകൊണ്ട് പിന്നെ ഞങ്ങളതൊക്കെ ക്ഷമിച്ചു. അതുകൊണ്ട് തന്നെ സർവീസിൽ ചെറിയ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ആദ്യം തന്നെ നല്ല നെഗറ്റീവ് അടിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെല്ലാം അപ്ഡേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് എല്ലാം റെഡിയാക്കി തന്നു കേട്ടോ. കുറച്ച് ഇരുട്ടായി തുടങ്ങിയപ്പോഴത്തേക്ക് അവരുടെ ലൈറ്റ് അറേഞ്ച്മെന്റ് കൂടി കണ്ടപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ റൂമിൽ കയറാൻ കൂടി തോന്നുന്നുണ്ടായില്ല. അത്രയ്ക്കും നല്ല ആംബിയൻസ് ആയിരുന്നു അവിടെ. റൂമൊക്കെ കാണിച്ചാ തുറന്ന് കാണിച്ചാ. രണ്ടുപേരും റൂമൊക്കെ കാണിച്ചാ. ഞാൻ പിള്ളേരെ വെച്ചല്ലേ എടുത്തേ. ഫസ്റ്റ് ആദ്യം ചെന്നപ്പോൾ അതാണ് റൂമെന്നും പറഞ്ഞാട്ടോ ഞങ്ങളെ കാണിച്ച് കൊണ്ടുപോയത്. പക്ഷെ അതായിരുന്നില്ല, ഇതായിരുന്നു കേട്ടോ ആക്ച്വലി ഞങ്ങളുടെ സ്റ്റേ. ബുക്ക് ചെയ്തപ്പോഴും കാണിച്ചത് ഈ റൂം തന്നെയായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവർ തന്നെ അത് ക്ലിയർ ചെയ്ത് തന്നു കേട്ടോ. ഇതുപോലത്തെ സെയിം റൂം തന്നെ അപ്പുറത്തും ഉണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു അവർക്കും. അടുത്തടുത്ത് വേണമെന്ന് ഞാൻ ബുക്ക് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ആദ്യം കയറിയ റൂമിനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. റൂമൊക്കെ റെഡിയായി ബാഗൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡിന്നർ കഴിക്കാൻ സമയം കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ആദ്യം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമേ ഇരുന്നു. ഒന്നുകൂടി പറയുവാ. ആക്കുമ്പോ ഇരിക്കാൻ പോവാ. ഫുഡ് ആ പ്ലേറ്റ് കൊണ്ടുവരട്ടെ. സൂപ്പൊക്കെ ഉണ്ട് പോലെ. ഫുഡ് അവർ ഓർഡർ ചെയ്ത് വരുത്തിയതാട്ടോ. കറികൾ കുഴപ്പമുണ്ടായില്ല. പക്ഷെ ചപ്പാത്തിയും ജ്യൂസും ഓർഡർ ചെയ്തിട്ട് ഭയങ്കര മോശമായിരുന്നു. പിന്നെ അവർ സെപ്പറേറ്റ് ജ്യൂസ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു.
ഇത് ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും ഈ പ്രോപ്പർട്ടിയിൽ എത്തിയപ്പോൾ തന്നെ പ്ലാൻ ചെയ്തൊരു കാര്യമാണ്. കുഞ്ഞുങ്ങളും ഏട്ടന്മാരും ഒക്കെ ഉറങ്ങിക്കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വന്നിരുന്ന് കുറേ നേരം വർത്താനവും പറഞ്ഞ് പാട്ടൊക്കെ പാടിയിരിക്കണമെന്ന് ഞങ്ങൾ കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് ഇതുപോലത്തെ ഒരു ലൈഫ്. പക്ഷെ ഇപ്പോഴാണ് കിട്ടിയത് ഗൈസ്. ഞാനിത് എന്നെ തന്നെ ഇള നോക്കണം. ഇത് കണ്ടോ, അവിടെ ആരൊക്കെ ഉണ്ട്. സംബഡി ഈസ് ദേർ. ജന്മാന്തരത്തിൻ പുണ്യം പോലെ ഏതോ ഗന്ധം പോലെ നെഞ്ചിൽ കനക്കുന്നു മോഹം. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം. അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം. അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. ഇതല്ലോ ഇടണേ, വേറെ പാട്ടല്ലേ കടലിൽ കാണിച്ചിട്ടിരുന്നേ. അപ്പോൾ ഗുഡ് മോർണിംഗ്. രാവിലെ എഴുന്നേറ്റു. ആമി കുറച്ച് കരച്ചിലൊക്കെ ഇരുന്നുകൊണ്ട് ആമീനെ തോളത്തുകൊണ്ട് കുറച്ച് നേരം നടന്നിട്ട് പിന്നെയും ആമിയുടെ കൂടെ ഞാൻ സത്യം പറഞ്ഞാൽ കയറി കിടന്ന് ഉറങ്ങിയിട്ടോ. അവൾ അല്ലാതെ ഒന്ന് സ്ഥലം മാറി നിൽക്കണേൻ്റെ ആയിരിക്കണം ആദ്യത്തെ ദിവസം ഒന്ന് കിടക്കുന്നുണ്ടായില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റപ്പോൾ 9 മണിയൊക്കെ ആയി, 10 മണിയൊക്കെ ആയിരുന്നു. ലേറ്റായിട്ട് എഴുന്നേറ്റുകൊണ്ട് തന്നെ ഞങ്ങൾ എഴുന്നേറ്റ ഉടനെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. പുട്ടും കടലയും പപ്പടവും ഒക്കെ ആയിരുന്നു. പ്രോപ്പർട്ടി അടിപൊളിയായിരുന്നു കേട്ടോ. ആദ്യത്തെ തുടക്കത്തിലൊരു സർവീസിൻ്റെ ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് അവിടുത്തെ മെയിൻ അഖിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആളായിരുന്നു. പുള്ളി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി എല്ലാം സെറ്റ് ചെയ്തൊക്കെ തന്നു കേട്ടോ ഞങ്ങൾക്ക്. അമ്പാടി മുമ്പി നടന്നു. ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ കപ്പിൾസായിട്ടോ അല്ലെങ്കിൽ ഒരു ഓഫീസ് ട്രിപ്പായിട്ടൊക്കെ വരാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. നല്ല ആംബിയൻസും ആദ്യത്തെ തുടക്കത്തെ ഒരു സർവീസിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അത് മെയിനായിട്ടുള്ള ആൾക്കാർ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് റെഡിയാക്കി തന്നു കേട്ടോ. ആക്ച്വലി ഇന്നലെ നൈറ്റ് ജ്യൂസ് ഓർഡർ ചെയ്ത് വളരെ മോശമായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും കൂടിയായിരുന്നു. അതവർ കണ്ടറിഞ്ഞ് ഞങ്ങൾക്ക് രണ്ടാമത് അവർ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട് ജ്യൂസ് ചെയ്ത് തന്നു കേട്ടോ. അതുതന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇമ്പ്രസ്സായി. പിന്നെ പ്രോപ്പർട്ടി തന്നെ അത്യാവശ്യം ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. സ്വിമ്മിങ്ങും മഡ് ബാത്തിങ്ങും പിന്നെ ചെറിയൊരു നാച്ചുറൽ പൂളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പേയ്മെൻറ്റ് കൊടുത്താൽ ബോട്ടിങ്ങും അറേഞ്ച് ചെയ്ത് തരുമെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചപ്പോഴത്തേക്കും കണ്ണേട്ടനും ഏട്ടനും അമ്പാടിയും കൂടി സ്വിമ്മിങ് ആക്ടിവിറ്റിയിലോട്ട് ഇറങ്ങി കേട്ടോ. ഞാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ ഫെമിക്ക് ക്യാമറ കൊടുത്തിട്ട് ഫെമീനോട് ഷൂട്ട് ചെയ്യാനാണ് പറഞ്ഞത്. ആമി എണീറ്റിട്ടുണ്ടായില്ല. ആമിക്ക് രാത്രി ഉറക്കം കിട്ടാത്തതുകൊണ്ടുള്ള രാവിലെ ഒരു 11 മണി വരെയൊക്കെ കിടന്ന് ഉറങ്ങി കേട്ടോ. ഓൾറെഡി ഞങ്ങൾ കുറച്ചധികം ലേറ്റ് ആയിരുന്നു. അവർക്ക് ഓൾറെഡി അവിടെ ഇവൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ കറക്റ്റ് ടൈമിന് റൂം ചെക്കൗട്ട് ചെയ്ത് കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വിമ്മിങ് ആക്ടിവിറ്റീസൊക്കെ ഒന്നും അധികം നേരം ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്തിട്ട് അപ്പം തന്നെ കയറി കേട്ടോ.
ചേട്ടന് കുളിക്കണ്ടല്ലോ, അവിടെ ചെന്ന് നിന്നാ മതി. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആവും. അവരുടെ സ്വിമ്മിങ് കഴിയാറായപ്പോൾ കേട്ടോ ആമി എണീറ്റത്. ആമീനെയും കൊണ്ട് വന്നപ്പോഴത്തേക്ക് സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞായിരുന്നു. വാ, എങ്ങോട്ട് പോണം? എന്നാ വാ, ഇറങ്ങ്, നടക്ക്, വാ വാ. നമുക്ക് അതിൽ കൂടി പോവാന്ന്. കൊള്ളാമി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാ. അവിടെ പ്രോപ്പർട്ടിയിലുണ്ടായ മൾബറിയാണ് കേട്ടോ. അവളെ കണ്ടപ്പോഴത്തേക്ക് അവരത് പറിച്ചു കൊടുത്തത്. അവൾക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു, പിന്നെയും ചോദിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ത് റെഡിയായി, സാധനങ്ങളൊക്കെ കാറിൽ പാക്ക് ചെയ്ത്, പിന്നെ ചെക്കൗട്ടിൻ്റെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞിട്ടും പ്രോപ്പർട്ടിയിൽ കുറച്ച് നേരമൊക്കെ നിന്ന് ഫോട്ടോഷൂട്ടും പിന്നെ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി ഡാൻസ് റീലൊക്കെ എടുത്തിട്ടാട്ടോ അവിടെ നിന്ന് പോകുന്നത്. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടല്ലോ, അത്രയും നല്ല പ്രോപ്പർട്ടി ആയിരുന്നു. ഇനിയും ഞങ്ങൾ വരുമെന്നും പറഞ്ഞിട്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എന്തായാലും ഞങ്ങൾ ഒരു വട്ടവും കൂടി അവിടെ പോകുന്നതായിരിക്കും.